ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഷാർജയിലുള്ള അമരിയ ബീച്ചിലേക്കാണ് കേട്ടോ. ഒരു ഈവനിങ് ടൈം ആയിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഈദ് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ എടുത്തതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഈദൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. മൊത്തത്തിൽ അവരിങ്ങനെ ലൈറ്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഓരോ ഏരിയയിലും. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ ആ ഒരു ഇവിടെ ഒരു ലീവ് ഉണ്ടാവുമല്ലോ, ആ ലീവിന് പോയതാട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നെയ്ബേഴ്സ് എല്ലാവരും കൂടി പോയതാണ്. കുറച്ച് നേരം ബീച്ചിൽ കളിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പോയതാട്ടോ. സാധാരണ ഞങ്ങളങ്ങനെ പോയി കഴിഞ്ഞാൽ ബീച്ചിൽ അങ്ങനെ ഇറങ്ങാറില്ല മക്കളെയും കൊണ്ട്. ഇന്നിപ്പോൾ എന്തായാലും മക്കളെ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഒന്ന് കളിപ്പിക്കുക വെച്ച് പോയതാണ്. പക്ഷേ മക്കൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കടലിൽ ഇങ്ങനെ തിരമാല ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ആ സൗണ്ടും ഒക്കെ ആയിട്ട് അവർക്ക് പേടിയാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരമൊക്കെ അവരെ എടുത്തൊക്കെ വെച്ച് ഒക്കത്തൊക്കെ വെച്ച് ഇറങ്ങി നോക്കി. പക്ഷെ അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിൽ തിരമാല പോലെ തന്നെ അത്യാവശ്യം നല്ല ശക്തിയിലായിരുന്നു കേട്ടോ തിരമാല അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെ അത്ര ശക്തിയിൽ തിരമാല ഉണ്ടാവാറില്ല. പിന്നെ ഇതൊക്കെ സേഫ് ഏരിയ തന്നെയാണ്. പക്ഷേ മക്കളെയും കൊണ്ട് അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് പോകാനൊന്നും പറ്റില്ല. നമ്മൾ കുറച്ചൊക്കെ മുട്ടുവരെയൊക്കെ മക്കളെയും കൊണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ മക്കളെ മണലിരുത്തി, അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണല്ലോ മണ്ണ് കളിക്കാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാഷ്റൂം ഉണ്ട്. അവിടെ പോയി നമ്മളൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കുട്ടികൾക്കും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ നനഞ്ഞ ഡ്രസ്സൊക്കെ കവറിലിട്ട് തൂക്കി പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ള തീരുമാനത്തിലായിട്ട് എല്ലാവരും കുറേ നേരം കളിച്ചതല്ലേ, എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ പോവുക വിചാരിച്ചിങ്ങനെ അവസാനം മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നെഹദി മന്തിയിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതാ മന്തി ഷോപ്പിലെത്തിയിട്ടോ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വാഷ്റൂമിൽ പോയി. അപ്പോൾ അവിടെ ഈ മിററിൽ ഈ ഒരു ബട്ടൺ നോക്കിയാൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുമായിരുന്നു കേട്ടോ ലൈറ്റിൻ്റെ. പിന്നെ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ പിന്നെ ഹണി ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം സൂപ്പ് വന്നു. സൂപ്പ് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു വെള്ളം പോലെ നിൽക്കുന്നു കേട്ടോ. തിരികെ ഒരു കട്ടിയില്ലാത്ത സൂപ്പായിരുന്നു. പിന്നെ എന്തിൻ്റെ ഒരു മല്ലിൻ്റെ എന്തോ ചോയ കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോറായാലും കുഴപ്പമില്ല, റൈസ് രസമുണ്ടായിരുന്നു. പക്ഷേ ഹണി ചില്ലി ഭയങ്കര മധുരമായിരുന്നു. എനിക്കെന്തോ തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.